ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഇമാം അലി അൽ ഹാദിയുടെ ജീവിതകഥയിലേക്കാണ് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് വെറുമൊരു കഥയല്ല, ആത്മീയതയും അധികാരവും നേർക്കുനേർ വന്നൊരു വലിയ പോരാട്ടത്തിന്റെ കഥയാണ്. അപ്പോൾ നമുക്ക് നേരെ അതിലേക്ക് കടക്കാമല്ലേ? അപ്പോൾ ഈ കഥ തുടങ്ങുന്നത് എവിടെയാണെന്നറിയാമോ? മുഹമ്മദ് നബിയുടെ ഒരു പ്രവചനത്തിൽ നിന്നാണ്. അദ്ദേഹം പറഞ്ഞിരുന്നു, തനിക്ക് ശേഷം 12 ഇമാമുകൾ വരും, അതിൽ 10ാമത്തെ ആളുടെ പേര് അലി അൽ നാസിഹ് എന്നായിരിക്കുമെന്ന്. കണ്ടില്ലേ? അപ്പോ ഇമാം ഹാദിയുടെ വരവ് അന്നേ ദൈവീകമായ നിശ്ചയിക്കപ്പെട്ട ഒന്നായിരുന്നു. ആ ഒരു വലിയ പ്രവചനത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് നമുക്ക് നമ്മുടെ കഥയുടെ കേന്ദ്രബിന്ദുവിലേക്ക് വരാം. അതെ, ഇത് ആ 10ാമത്തെ ആളുടെ കഥയാണ്. അപ്പോ ഇദ്ദേഹമാണ് നമ്മുടെ കഥാനായകൻ, ഇമാം അലി അൽ ഹാദി. അലി അൽ നാസിഹ് എന്നും ഇദ്ദേഹത്തിന് പേരുണ്ട്. ഈ പേരുകൾക്കൊക്കെ മാർഗദർശി, ഉപദേശകൻ എന്നൊക്കെയാണ് അർത്ഥം. ശരിക്കും പറഞ്ഞാൽ ആ പേരുപോലെ തന്നെ ആയിരുന്നു അദ്ദേഹത്തിന്റെ സ്വഭാവം. വളരെ ശാന്തനായ, ദയയുള്ള, അഗാധമായ ജ്ഞാനമുള്ള ഒരു വ്യക്തി. ഇനി നോക്കൂ, അദ്ദേഹത്തിന്റെ പിതാവ് ഇമാം മുഹമ്മദ് ജവാദ് വിഷം കൊടുത്തു കൊല്ലപ്പെടുമ്പോൾ ഇമാം ഹാദിക്ക് എത്ര വയസ്സായിരുന്നെന്നറിയാമോ? വെറും 8 വയസ്സ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ആ ഒരു കൊച്ചുകുട്ടിയുടെ ചുമലിലേക്ക് എത്ര വലിയൊരു ഉത്തരവാദിത്തമാണ് വന്നു ചേർന്നത്. ഒരു സമൂഹത്തെ മുഴുവൻ നയിക്കണം. ഇത് ശരിക്കും അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു വലിയ വഴിത്തിരിവായിരുന്നു. അപ്പോൾ ഈ സമയത്ത് ആരായിരുന്നു ഭരണാധികാരി? മുഅത്തസിം എന്നൊരാൾ. ഈ കൊച്ചിമാം ജനങ്ങളുടെ ഇടയിൽ ഇത്രയും അധികം സ്വാധീനം നേടുന്നത് അയാൾക്കത്ര പിടിച്ചില്ല. ആളുകളൊക്കെ ഇമാമിനെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും തുടങ്ങി. സ്വാഭാവികമായും മുഅത്തസിമിനൊരു പേടി തോന്നിത്തുടങ്ങി, ഇവൻ എന്റെ അധികാരത്തിനൊരു ഭീഷണിയാകുമോ എന്ന്. അപ്പൊ ഈ ഇമാമിന്റെ പേര് കളയാൻ വേണ്ടി ഭരണാധികാരി ഒരു പണിയൊപ്പിച്ചു. എന്താണെന്നല്ലേ? പ്രവാചകന്റെ കുടുംബത്തോട് നല്ല വെറുപ്പുള്ള ഒരാളെ ടീച്ചറായിട്ട് നിയമിച്ചു. എന്തിന്? ഇമാമിനെ ഖുർആൻ പഠിപ്പിക്കാൻ. പ്ലാൻ അതായിരുന്നു. പക്ഷേ ആ അധ്യാപകന്റെ മനസ്സിലെ കള്ളത്തരവും ഇമാമിന്റെ നന്മയും തമ്മിൽ ആകാശവും ഭൂമിയും പോലത്തെ വ്യത്യാസമുണ്ടായിരുന്നു. എന്താ സംഭവിച്ചതെന്നറിയാവോ? പ്ലാൻ ഫുൾ പാളി. ആ പഠിപ്പിക്കാൻ വന്ന ടീച്ചർ തന്നെ അവസാനം കൈമലർത്തി. അയാൾ പറഞ്ഞു, ഇമാം ഹാദി ഒരു കുട്ടിയല്ല, അദ്ദേഹം എന്റെയും ഗുരുവാണ്, എന്നേക്കാൾ എത്രയോ അറിവുള്ള ആളാണെന്ന്. ഇത് കേട്ടപ്പോൾ പിന്നെ ഭരണാധികാരിക്ക് ദേഷ്യം ഇരട്ടിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഥയിലേക്ക് യഥാർത്ഥ വില്ലൻ വരുന്നത്, പുതിയ ഖലീഫ അൽ മുതവക്കിൽ. ചരിത്രത്തിൽ അറിയപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ക്രൂരന്മാരായ ഭരണാധികാരികളിലൊരാൾ. ഇവിടെയാണ് നമ്മൾ ഒരു കാര്യം ശരിക്കും ശ്രദ്ധിക്കേണ്ടത്, ഈ രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം. ഇമാം അലി അൽ ഹാദി ഭക്തി, വിനയം, അറിവ്, അങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. നേരെ മറിച്ച് ഖലീഫ മുത്തവക്കിൽ ക്രൂരത, ധൂർത്ത്, എപ്പോഴും മദ്യവും മദിരാക്ഷിയുമായി സുഖലോലുപതയിൽ മുഴുകിയൊരു ജീവിതം. രണ്ടും 2 ധ്രുവങ്ങളിലായിരുന്നു. മുതുവക്കിലിന്റെ ക്രൂരതകൾക്ക് ഒരു കണക്കുമില്ലായിരുന്നു. പ്രവാചകന്റെ പിൻഗാമികളെ കൊല്ലുന്നതിലായിരുന്നു അയാൾക്ക് സന്തോഷം. ഇമാമിനെ അറസ്റ്റ് ചെയ്ത് അയാളുടെ തലസ്ഥാനത്തേക്ക് കൊണ്ടുപോയി. എന്തിനേറെ, ഇമാം ഹുസൈന്റെ ഖബർ സന്ദർശിക്കാൻ പോകുന്നവരെപ്പോലും അയാൾ വെറുതെ വിട്ടില്ല. അവരെയൊക്കെ പിടിച്ച് ജയിലിലിടുകയും പീഡിപ്പിക്കുകയുമൊക്കെ ചെയ്തു. അപ്പോ ഇമാമിന്റെ സ്വാധീനം കൂടുന്നത് കണ്ടിട്ട് ഖലീഫക്ക് പേടിയും അസൂയയും സഹിക്കാൻ വയ്യാതായി. പിന്നെ ഒരൊറ്റ വഴിയെ മുന്നിൽ കണ്ടുള്ളൂ, ഇമാമിനെ ഇല്ലാതാക്കുക. പല തവണ അതിനെ ശ്രമിച്ചു, പക്ഷേ അതൊന്നും വിജയിച്ചില്ല. അപ്പോൾ ഇവിടെ ഒരു ചോദ്യമുണ്ടല്ലേ, കയ്യിലൊരു സൈന്യമില്ല, ആയുധങ്ങളില്ല, അങ്ങനെയുള്ള ഒരാൾക്ക് ഇത്രയും വലിയൊരു സ്വേച്ഛാധിപതിയെ എങ്ങനെ നേരിടാൻ പറ്റും? ഉത്തരം വളരെ ലളിതമാണ്, പക്ഷേ അത്രയേറെ ശക്തവുമാണ്. പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട്. അതെ, ഇവിടെ പോരാട്ടം നടക്കുന്നത് വാളുകൊണ്ടല്ല, വാക്കുകൾ കൊണ്ടാണ്, ആത്മീയ തലത്തിലാണ്. അങ്ങനെ ഇമാം അല്ലാഹുവിലേക്ക് തിരിഞ്ഞു. അദ്ദേഹം ഒരു പ്രത്യേക പ്രാർത്ഥന നടത്തി. അന്യായക്കാരനെതിരെ അടിച്ചമർത്തപ്പെട്ടവന്റെ ദുആ എന്നറിയപ്പെടുന്ന ആ പ്രാർത്ഥന, അത് നീതിക്കു വേണ്ടിയുള്ളൊരു വലിയ നിലവിളിയായിരുന്നു. വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും, പക്ഷേ ആ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടായി. വെറും 3 ദിവസം അതിനുള്ളിൽ ആ ക്രൂരനായ ഖലീഫ കൊല്ലപ്പെട്ടു. മുതവക്കിൽ മരിച്ചു. പക്ഷെ പ്രശ്നങ്ങൾ തീർന്നില്ല. ഭരണകൂടത്തിന് ഇമാം അപ്പോഴും ഒരു തലവേദനയായിരുന്നു. കാരണം ജനങ്ങളുടെ മനസ്സിൽ അദ്ദേഹത്തോടുള്ള സ്നേഹവും ബഹുമാനവും കൂടിവരികയായിരുന്നു. അങ്ങനെ ഇമാമിന്റെ അവസാന കാലഘട്ടത്തിലും പീഡനങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. രാവും പകലും അദ്ദേഹത്തിനുമേൽ ചാരക്കണ്ണുകളുണ്ടായിരുന്നു. അവസാനം അധികാരത്തിന്റെ അഹങ്കാരം തലയ്ക്ക് പിടിച്ച ഒരു പുതിയ ഭരണാധികാരി ഇമാമിനെ വിഷം നൽകാൻ ഉത്തരവിട്ടു. അങ്ങനെ ആ ജീവിതം അവസാനിച്ചു. അദ്ദേഹത്തിന്റെ ശരീരം മാത്രമാണ് അവർക്ക് ഇല്ലാതാക്കാൻ കഴിഞ്ഞത്. പക്ഷേ അദ്ദേഹത്തിന്റെ യഥാർത്ഥ പൈതൃകം, അതായത് അറിവ്, ക്ഷമ, ഭക്തി, ആ മൂല്യങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ മകനായ ഇമാം അൽ അസ്കറിയിലൂടെ ഇന്നും ജീവിക്കുന്നു. പീഡിപ്പിച്ചവരൊക്കെ കാലത്തിന്റെ ചവട്ടുകൊട്ടയിൽ വീണുപോയി, പക്ഷേ ഈ പൈതൃകം ഇന്നും നിലനിൽക്കുന്നു. അപ്പോൾ ഈ കഥയുടെ അവസാനം നമ്മൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്,
അധികാരവും ഭക്തിയും തമ്മിൽ ഒരു പോരാട്ടം നടന്നാൽ അവസാനം ജയിക്കുന്നത് എന്തായിരിക്കും? ഏതു പൈതൃകമാണ് കാലത്തെ അതിജീവിച്ച് നിലനിൽക്കുക? ഇതൊരു വലിയ ചോദ്യമാണല്ലേ?